Assalamualaikum. Welcome to our next class. Sexual reproduction different phases. Sexual reproduction different phases are three phases. One juvenile phase, reproductive phase and senescent phase. ഒരു ഓർഗാനിസം അതിൻ്റെ ബർത്ത് മുതൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ആവുന്ന ആ ഒരു ഫേസിനെ പറയുന്ന പേരാണ് ജുവനൈൽ ഫേസ്. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഫങ്ഷൻ എത്ര കാലം ഉണ്ടാവുന്നു ആ ഒരു ഫേസാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. കപ്പാസിറ്റി തീർന്നിട്ട് അപ് ടു ദ ഡെത്ത് വരെയുള്ള ആ ഡ്യൂറേഷനാണ് സെൻസെന്റ് ഫേസ്. റീപ്രൊഡക്റ്റീവ് ഫേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ രണ്ട് രീതിയിലാണ് കാണുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസ്. ഒന്ന് മോണോകാർപ്പിക് പ്ലാന്റ് ആൻഡ് പോളികാർപ്പിക് പ്ലാന്റ്. എന്താണ് മോണോകാർപ്പിക് പ്ലാന്റ്? അവരുടെ ലൈഫിൽ വൺ ടൈം മാത്രമേ അവർ ഫ്ലവർ ചെയ്യുള്ളൂ. അതാണ് മോണോകാർപ്പിക് പ്ലാന്റ്. നമ്മുടെ വീറ്റ് റൈസ് ഒക്കെ ലൈഫ് ടൈമിൽ ഒരു ടൈം മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ. 3-4 മാസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. ഇഞ്ചി ആയാലും മഞ്ഞളായാലും ജിഞ്ചർ ടെർമറിക് ഇതെല്ലാം എന്താണ് മോണോകാർപ്പിക് പ്ലാന്റ്സ് ആണ്. ചില പിക്കുലറായിട്ടുള്ള മോണോകാർപ്പിക് പ്ലാന്റ്സ് ഉണ്ട്. ബാംബു, അതേപോലെ നീലക്കുറിഞ്ഞി. ബാംബു ശരിക്കും പറഞ്ഞാൽ ലൈഫ് ടൈം 100 ഇയേഴ്സ് ആണെങ്കിൽ ആ 100 ഇയേഴ്സിൽ അവസാന സമയത്ത് മാത്രമേ അത് പൂക്കുള്ളൂ. ഈ 100 വർഷത്തിന് 50-ൻ്റെയും അല്ലെങ്കിൽ 60-ൻ്റെയും 50-ൻ്റെയും ഇടയിലുള്ള വർഷത്തിൽ മാത്രമേ ഒരു വർഷം മാത്രമേ ആ ബാംബു പൂക്കുള്ളൂ. നീലക്കുറിഞ്ഞിയാണെങ്കിൽ 12 കൊല്ലം കൂടുമ്പോൾ പൂക്കും. അതും ഒരു മോണോകാർപ്പിക് പ്ലാന്റ്സിന് ഉദാഹരണമാണ്. ഇനി പോളികാർപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണലായിട്ട് ഫ്ലവറിങ് ഉണ്ടാവും അല്ലെങ്കിൽ ഇയർലി ആയിട്ടുണ്ടാവും. അത്തരം പ്ലാന്റ്സ് ആണ് പോളികാർപ്പിക് പ്ലാന്റ്സ്. ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് ആയിട്ടും ആപ്പിൾ ആയാലും മാംഗോ ആയാലും മാംഗോ ട്രീ ആണെങ്കിലും ഇവരെല്ലാം ഇയർലി പൂക്കുന്ന എല്ലാ വർഷവും പൂക്കുന്ന പ്ലാന്റ്സ് ആണ്. അതെല്ലാം പോളികാർപ്പിക് പ്ലാന്റ്സിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ 3-4 മാസം കൂടുമ്പോൾ പൂക്കുന്ന തെങ്ങുകളും ഒക്കെ പെരീനിയൽ പ്ലാന്റ്സും അതും എന്താണ് പോളികാർപ്പിക് പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് എനിമൽസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ദ സൈക്ലിക് ചേഞ്ചസ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് ദി മാമൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാമൽസിൽ 2 രീതിയിലാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് കാണുന്നത്. ഒന്ന് ഓയിസ്ട്രസ് സൈക്കിളും ആൻഡ് മെൻസ്ട്രൽ സൈക്കിളും. ഒട്ടുമിക്ക എല്ലാ നോൺ പ്രിമിറ്റീവ് മാമൽസിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിൻ്റെ പേരാണെന്ത് ഓയിസ്ട്രസ് സൈക്കിൾ. അത് സീസണലായിട്ട് മാത്രമേ ബ്രീഡ് ചെയ്യുള്ളൂ, എപ്പോഴും ഉണ്ടാവില്ല. അത് നോൺ പ്രിമിറ്റീവ് മാമൽസിലാണ് കാണുന്നത് ഓയിസ്ട്രസ് സൈക്കിൾ. ഇവിടെ എൻഡോമെട്രിയം എബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ മെൻസ്ട്രൽ സൈക്കിള് കണ്ടിന്യൂസ് ബ്രീഡിംഗ് ആണ്. ഓൾ ദി പ്രിമിറ്റീവ് മാമൽസിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ പറയുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രീഡിംഗ് ആണ്. ഇവിടെ എൻഡോമെട്രിയം പുറത്തേക്ക് ഫ്ലോ ചെയ്യുക. മെൻസ്ട്രൽ സൈക്കിളിനോട് കൂടെ എൻഡോമെട്രിയം പുറത്തേക്ക് എക്സിറ്റ് ആയിട്ട് പോവുകയും ചെയ്യുക. ഇനി ഓയിസ്ട്രസ് സൈക്കിളിന് ഉദാഹരണം ഒട്ടുമിക്ക മാമൽസിൽ ഷീപ്പ്, കൗവ്, ഡോഗ്, കാറ്റ് ഒക്കെ എന്താണ് ഓയിസ്ട്രസ് സൈക്കിളാണ് അവരുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിള്. എന്നാൽ മെൻസ്ട്രൽ സൈക്കിള് എയ്പ്സ്, മങ്കീസ്, ഹ്യൂമൻ ബീങ്സ് ഒക്കെ എന്താണ് മെൻസ്ട്രൽ സൈക്കിളാണ്. കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആണ്. ഓയിസ്ട്രസ് സൈക്കിള് സീസണൽ ബ്രീഡേഴ്സ് ആണ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഇവൻസിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 തരംതിരിക്കാം. ഒരു ഓർഗാനിസം സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് 3 തരംതിരിക്കാം. ഒന്ന് പ്രീ ഫെർട്ടിലൈസേഷന് മുന്നേയുള്ള ഭാഗം. നെക്സ്റ്റ് ഫെർട്ടിലൈസേഷൻ ആൻഡ് മൂന്നാമത്തെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. എന്താണ് പ്രീ ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത്? പ്രീ ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത് ഗാമറ്റോജെനിസിസും ഗാമേറ്റ് ട്രാൻസ്ഫറുമാണ് നടക്കുന്നത്. ഗാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗാമേറ്റ്സിനെ ഉണ്ടാക്കുക. ഇപ്പോൾ മെയിൽ ഗാമേറ്റ് ആയാലും ഫീമെയിൽ ഗാമേറ്റ് ആയാലും അതിനെ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗാമറ്റോജെനിസിസ്. ഈ ഗാമറ്റോജെനിസിസ് 2 രീതിയിലാണുള്ളത്. ഒന്ന് ഹോമോഗാമേറ്റ്സ് ആൻഡ് ഹെറ്ററോഗാമേറ്റ്സ്. ഹോമോഗാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും സിമിലർ സൈസ്, ഷേപ്പ്, സ്ട്രക്ചറൊക്കെ ഉള്ള
ഐസോഗാമീറ്റ്സിനെയാണ് പറയുന്നത് ഹോമോഗാമീറ്റ്സ്. ഇതിൽ രണ്ട് കൂട്ടരും മൊട്ടൈലാണ്. എന്നാൽ ഹെറ്ററോഗാമീറ്റ്സ് രണ്ട് ഗാമീറ്റ്സും ഡിഫറെൻറ്റ് ഷേപ്പ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആണ്. ഇതിൽ ഫീമെയിൽ കുറച്ച് ലാർജ് ഗാമേറ്റ് ആണ്, നോൺ മൊട്ടൈലാണ്. മെയില് സൈസിൽ, ഷേപ്പിലും സ്ട്രക്ചറിലും ഡിഫറൻ്റ് ആണ്, സ്മോൾ ആണ്, മൊട്ടൈലാണ്. അതിന് പറയുന്ന പേരാണ് അനൈസോഗാമീറ്റ്സ്. നമുക്ക് പറഞ്ഞ എന്താണ്, നമ്മൾ റീപ്രൊഡക്റ്റീവ് ഫേസ് പ്ലാന്റ്സിൽ പറഞ്ഞു. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ രണ്ട് രീതിയിലാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് കാണുന്നത്, മോണോകാർപ്പിക് പ്ലാന്റ്സ് ആൻഡ് പോളികാർപ്പിക്. ലൈഫിൽ ഒരു ടൈം മാത്രം പൂക്കുന്നതാണ് മോണോകാർപ്പിക്. സീസണിലായിട്ട് ഫ്ലവറിംഗ് ചെയ്യുന്ന പ്ലാന്റ്സിനെ പറയുന്നത് പോളികാർപ്പിക്. ഇനി മാമൽസിന് കേട്ട് റീപ്രൊഡക്റ്റീവ് ഫേസ് രണ്ടായി തരംതിരിക്കാം, ഓയസ്റ്റർ സൈക്കിളും മെൻസ്ട്രുവൽ സൈക്കിളും. ഓയസ്റ്റർ സൈക്കിൾ ഈസ് എ സീസണൽ ബ്രീഡിംഗ്. അത് നോൺ പ്രിമിറ്റീവ് മാമൽസിലാണ് കാണുന്നത്. ഇവിടെ എൻഡോമെട്രിയം എബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. മെൻസ്ട്രുവൽ സൈക്കിൾ ആണെങ്കിൽ ഇവിടെ സൈക്ലിക് ചേഞ്ചസ് പ്രിമിറ്റീവ് മാമൽസിലാണ് കാണുന്നത്. എക്സാമ്പിൾ ഏപ്പ്, മങ്കി ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഇവിടെ കണ്ടിന്യൂസ് ബ്രീഡിംഗ് ആണ്. എൻഡോമെട്രിയം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. എന്തിന്? മെൻസ്ട്രുവൽ സൈക്കിളിനോടൊപ്പം പുറത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇവന്റ്സ് ഓഫ് ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു. പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷന് മുന്നേ ഉള്ള പ്രിപ്പറേഷനെയാണ് പറയുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കുന്ന പ്രോസസ്സ് ഒന്ന് ഗാമറ്റോജെനസിസും ഗാമീറ്റ് ട്രാൻസ്ഫർ ആണ്. ഗാമീറ്റ്സ് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലാണ് ഗാമീറ്റ്സ് ഉണ്ടാവുന്നത്. ഒരേപോലത്തെ ഗാമീറ്റ്സ് ആണെങ്കിൽ അതിനെ ഹോമോഗാമീറ്റ്സ് എന്ന് പറയും. ഗാമീറ്റ്സ് ഷേപ്പിലും സ്ട്രക്ചറിലും ഡിഫറൻ്റ് ആണെങ്കിൽ അതിന് ഹെറ്ററോഗാമീറ്റ്സ് അല്ലെങ്കിൽ അനൈസോഗാമീറ്റ്സ് എന്ന് പറയും. ഇനി ഗാമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു ഗാമീറ്റ് മറ്റൊരു ഗാമീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോളിനേഷൻ സംഭവിക്കുകയുള്ളൂ. അതിനാണ് ഗാമീറ്റ് ട്രാൻസ്ഫർ. നമ്മുടെ പോളിനേഷൻ അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫെർട്ടിലൈസേഷൻ, ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്, അതാണെന്ത് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിൻഗമി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷനാണ്. എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ? ദ ഫോർമേഷൻ ഓഫ് ദ സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണെന്ത് സൈഗോട്ട്, അതിന്റെ ഫോർമേഷൻ. പിന്നെ എംബ്രിയോയുടെ ഡെവലപ്മെന്റ്, എംബ്രിയോജെനസിസ്. ഇതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഇതിന് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പറയാം. റീപ്രൊഡക്റ്റീവ് ഇവന്റ്സിനെ മൂന്നായി തരംതിരിച്ചു. ഫസ്റ്റ് പ്രീ ഫെർട്ടിലൈസേഷൻ, അതിൽ പറഞ്ഞാണ് ഗാമറ്റോജെനസിസ് ആൻഡ് ഗാമീറ്റ് ട്രാൻസ്ഫർ. ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ ദ ഫോർമേഷൻ ഓഫ് ദ ഗാമീറ്റ്സിനെ പറഞ്ഞാണ് ഗാമറ്റോജെനസിസ്. അതിന് രണ്ടായിട്ട് ഹോമോഗാമീറ്റ്സ് ആൻഡ് ഹെറ്ററോഗാമീറ്റ്സ്. ഒരേപോലത്തെ ഗാമീറ്റ്സിനെ ഹോമോഗാമീറ്റ്സ് എന്നും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗാമീറ്റ്സിനെ ഹെറ്ററോഗാമീറ്റ്സ് എന്ന് പറയുന്നു. ഇനി അതിൽ വരുന്നതാണത് ഹോമോതാലിക്, മൊണീഷ്യസ്, ബൈസെക്ഷൽ, ഹെർമാഫ്രോഡൈറ്റ്. ഈ എല്ലാ ടേമുകളും ഓരോ ഓർഗാൻസ് അനുസരിച്ച് വ്യത്യാസം അല്ലാണ്ട് ഇതെല്ലാ ടേംസും ഒരു അർത്ഥം തന്നെയാണ് മീൻ ചെയ്യുന്നത്. ഹോമോതാലിക് എന്ന് പറഞ്ഞാൽ താലസ് സ്ട്രക്ചർ ഏതാ വരിക? ഫംഗസിലാണ് വരിക, അല്ലെങ്കിൽ ആൽഗാസിലും ഫംഗസിലാണ്, താലസില്ല. അതിൽ ഓർഗാനിസം വിത്ത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒരു ഓർഗാനിസത്തിൽ, ഒരു പ്ലാന്റിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്? ഹോമോതാലിക്. എക്സാമ്പിൾ ഫംഗസ്. ഇനി ഹെർമാഫ്രോഡൈറ്റ്. ഇനി എനിമൽസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു എനിമലിൽ തന്നെ മെയിൽ ഓർഗനും ഫീമെയിൽ ഓർഗനും ഉള്ള എനിമൽസ്, അത്തരം എനിമൽസിനെ പറയുന്ന പേരാണെന്ത്? ഹെർമാഫ്രോഡൈറ്റ്. ബൈസെക്ഷൽ ആയിട്ടുള്ള എനിമൽസ്, രണ്ട് സെക്സ് ഓർഗനും ഉള്ള എനിമൽസ്, അതിന് പറഞ്ഞ പേരാണ് ഹെർമാഫ്രോഡൈറ്റ്. എക്സാമ്പിൾ എർത്ത് വേം, സ്പോഞ്ചസ്, ലീച്ച്. ഇതൊക്കെ ടേപ്പ് വേം ഒക്കെയാണ് എന്തിന്? ഹെർമാഫ്രോഡൈറ്റ്സിന് എക്സാമ്പിൾ. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മൊണീഷ്യസ്. പ്ലാന്റ്സിന്റെ കാര്യത്തിൽ പറയുന്നത് ഹെർമാഫ്രോഡൈറ്റ്, ഹോമോതാലിക്കല്ല പറയുക. മൊണീഷ്യസ് ആ പ്ലാന്റിനകത്ത് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവുക, അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുള്ള ഒരൊറ്റ പൂവാവുക. അങ്ങനെയാണെങ്കിൽ ദ ഫ്ലവർ ഈസ് മൊണീഷ്യസ് എന്ന് പറയാം. അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആണ് ഒരു പ്ലാന്റ്. അപ്പോൾ മത്തടയും കുമ്പളടൊക്കെ നമ്മൾ വലിയ പൂവും ചെറിയ പൂവും കാണാറുണ്ട്. ബിഗ് പൂ ഏതായിരിക്കും? വലിയ പൂ എന്തായിരിക്കും? ഫീമെയിൽ ഫ്ലവറാണ്. ചെറിയ പൂ മെയിൽ ഫ്ലവറാണ്. ഇത് രണ്ടും ഒരു പ്ലാന്റിലാണ് കാണുന്നത്. അപ്പോൾ ദ പ്ലാന്റ് ഈസ് മൊണീഷ്യസ്. അതല്ല ചെമ്പരത്തിനെ പോലെ രണ്ടും കൂടി ഒന്നിലാണ് ഒരു ഫ്ലവറിലെ കാണണമെങ്കിൽ ദ ഫ്ലവർ ഈസ് മൊണീഷ്യസ്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഒന്നിൽ കാണുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മൊണീഷ്യസ്. ഇനി എന്താണ് ഹെറ്ററോതാലിക്, ഡയീഷ്യസ്, യൂണിസെക്ഷൽ? ഇതൊന്ന് വ്യത്യസ്തമായിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ഹെറ്ററോതാലിക്
മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും വ്യത്യസ്തമായ ഓർഗാൻസിൽ കാണുക. അതിനെ പറഞ്ഞ പറയുന്നത് ഹെട്രോതാലിക്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സ്ട്രക്ചറും ഫീമെയിൽ സ്ട്രക്ചറും ഡിഫറെൻറ്റ് താലിസിൽ കാണുകയാണെങ്കിൽ ഹെട്രോതാലിക്. ആൾഗെ ഫംഗസ് ഒക്കെ ഇനിയാണ് അതിനും എക്സാമ്പിള്. ഇനി ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിലും ഫീമെയിലും വ്യത്യസ്തമായിട്ട് കാണുക, അതാണ് ഡിഫറെൻ്റ് ആയിട്ട് കാണുക. മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ തന്നെ കാണുക. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ്. ഇപ്പം നമ്മൾ ജാതി ആയാലും അതേപോലെ കുടംപുളി, ജാതി, ഇതിനൊക്കെ മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് ഉണ്ട്. കൊക്കോ മെയിൽ പ്ലാന്റ് ഉണ്ട്, വേറെ ഫീമെയിൽ പ്ലാന്റ് ഉണ്ട്. അത്തരം പ്ലാന്റ് എല്ലാം എന്തിൽ പെടും? ഡയേഷ്യസിൽ പെടും, അല്ലെങ്കിൽ യൂണിസെക്ഷൽ പ്ലാന്റ്സ് ആയിട്ട് പെടും. ഏതെങ്കിലും ഒരു സെക്സ് ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിൽ പ്ലാന്റിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫീമെയിൽ പ്ലാന്റിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരം പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഓർഗാൻസിനെ പറയുന്നത് ഡയേഷ്യസ് ആൻഡ് യൂണിസെക്ഷൽ. ഇനി യൂണിസെക്ഷൽ ഓർഗാൻസം ഒട്ടുമിക്ക എല്ലാ ഹയർ ഓർഗാൻസും എന്താണ്? യൂണിസെക്ഷൽ ആണ്. എക്സാമ്പിൾ കോക്രോച്ച്. ചെറിയ ഓർഗാൻസിന്റെ പേര് കോക്രോച്ചിനുണ്ട്. ഹ്യൂമൻ ബീങ്സ് ആയാലും ഏപ്സ് ആയാലും എന്തിനും എന്താണ്? യൂണിസെക്ഷൽ ഓർഗാനിസം ആണ്. ഇനി ഫ്ലവേഴ്സിലെ യൂണിസെക്ഷൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉള്ള മെയിൽ ഫ്ലവർ ഉള്ള പ്ലാന്റിൽ പറയുന്ന പേരാണ് സ്റ്റാമിനേറ്റ് ഫ്ലവർ അല്ലെങ്കിൽ സ്റ്റാമിനേറ്റ് പ്ലാന്റ്. മെയിൽ ഫ്ലവർ പ്ലാന്റിന് പറയും. ഫീമെയിലിന് പറയുന്നത് പിസ്റ്റലേറ്റ് ഓർ ഫീമെയിൽ ഫ്ലവർ. ഇപ്പൊ ആൻഡ്രീഷ്യം ഉള്ള മാത്രമുള്ള പ്ലാന്റിനെ പറയുന്നത് സ്റ്റാമിനേറ്റ് പ്ലാന്റ്. ഗൈനീഷ്യം മാത്രമുള്ളതിന് പറയുന്നത് പിസ്റ്റലേറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ പിസ്റ്റലേറ്റ് ഫ്ലവർ. യൂണിസെക്ഷലും ബൈസെക്ഷലും ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.